നമുക്ക് പലതരം വെറൈറ്റികളായിട്ട് ഫുഡിൽ പരീക്ഷിക്കാമല്ലോ. അപ്പോൾ ഇതൊരു പുതിയ പരീക്ഷണമാണ്. പരീക്ഷണം ഒന്നല്ല, ഞാൻ സ്ഥിരമായിട്ട് കഴിക്കുന്ന കേട്ടോ. ഈ ഗോതമ്പ് പുട്ടുണ്ടല്ലോ, ഗോതമ്പ് പുട്ടിൻ്റെ കൂടെ ഇവിടെ ബിരിയാണീൻ്റെ കായ ഉണ്ടല്ലോ, അതും കൂട്ടിയിട്ട് നല്ല ടേസ്റ്റ് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമാണ്. ഞങ്ങളവിടെ കോഴിക്കോട്ടിൽ എനിക്ക് തോന്നുന്നത് ഞാൻ പോയിട്ട് അധിക സ്ഥലത്ത് നിന്ന് ഈ ഗോതമ്പത്തിൻ്റെ പുട്ടുപൊടി കിട്ടില്ല കേട്ടോ. ഞാൻ പോയിട്ട് കിട്ടാഞ്ഞിട്ടാണോ എന്നറിയില്ല, ഞാൻ നോക്കുമ്പോൾ കാണില്ല. പക്ഷെ ഇവിടെ വരുന്ന സമയത്ത്, സിസ്റ്റർ വീട്ടിൽ വരുന്ന സമയത്ത് ഇവിടെ ഈ ഗോതമ്പത്തിൻ്റെ പുട്ടുപൊടി കിട്ടും. അത് നല്ല രസമാണ് കഴിക്കാൻ തന്നെ, അപ്പാട് കഴിക്കാൻ തന്നെ നല്ല രസമാണ്. അപ്പം എനിക്ക് തോന്നി ഇങ്ങനത്തെ കൂട്ടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവാം. നമ്മൾ എന്നാലും വീട്ടിലേക്ക് വരുമ്പോൾ തൽക്കാലത്തിൻ്റെ ഭാഗമായിട്ട് എന്താണെങ്കിലും ബിരിയാണി ഒക്കെ ഉണ്ടാക്കുമല്ലോ. പിന്നെ ഉച്ചയ്ക്ക് ബിരിയാണി കഴിച്ച് രാത്രി ബിരിയാണി കഴിക്കുമ്പോൾ രസം ഉണ്ടാവില്ല. രാത്രിയത്തെ സ്പെഷ്യൽ ഞങ്ങൾ ഇങ്ങനെ ആക്കല്, നല്ല ഗോതമ്പത്തിൻ്റെ പുട്ടും ബാക്കി ബീഫിൻ്റെ കായും. ബീഫിൻ്റെ കായല്ല കേട്ടോ, ചിക്കൻ്റെ കായ, സോറി. തടിയുള്ളതുകൊണ്ട് എപ്പോഴും ഫുഡ് കൺട്രോൾ ചെയ്യണം എന്ന് വിചാരിക്കും. പക്ഷെ ഇങ്ങനത്തെ ഓരോന്ന് കാണുമ്പോൾ കൺട്രോളിങ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. നല്ലോണം കഴിക്കും. കഴിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ഒരു കുറ്റബോധം ഉണ്ടാവുക, എത്രയൊന്നും കഴിക്കേണ്ടതില്ലെന്ന് തോന്നുക. പിന്നെ ഗോതമ്പത്തിൻ്റെ അതിനോട് ചെറിയൊരു സമാധാനം, അത്രേ ഉള്ളൂ. എല്ലാവരും ഈ പുട്ടിന് ഈ പഴമൊക്കെ വെച്ച് കഴിക്കല്ലോ. എല്ലാവരും ചെറിയ പഴമല്ല എടുക്കാം. പക്ഷെ എനിക്ക് ഈ പുട്ടിൻ്റെ കൂടെ വലിയ പഴം കഴിക്കാൻ രസം. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണല്ലോ. അപ്പം പിന്നെ ഞങ്ങളുടെ വീട്ടിലാണെങ്കിൽ ഈ കടലക്കറി അങ്ങനത്തെ കറികളൊക്കെ വെച്ചിട്ടുണ്ടാക്കുന്നതാണ് എല്ലാവർക്കും ഇഷ്ടം. എനിക്ക് പക്ഷേ ഈ പുട്ടും പഴമൊക്കെ കഴിക്കുന്നത് ഇഷ്ടം. അതേപോലെ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ചെറിയ ഗ്രേവി അങ്ങനെയൊക്കെ നല്ല രസമുണ്ടാവും കഴിക്കാൻ. പിന്നെ പുട്ട് എനിക്ക് ഇഷ്ടപ്പെടുക വേറെയും കുറച്ച് കാണുന്നുണ്ട് കേട്ടോ. ഏറ്റവും സിമ്പിളായിട്ട് രാവിലെ ഉണ്ടാക്കാൻ പറ്റുന്ന സാധനം പുട്ട്. അതാകുമ്പോൾ വേഗം പരിപാടി കഴിഞ്ഞല്ലോ. പക്ഷെ പത്തിരിക്കാണെങ്കിൽ കുഴച്ചുണ്ടാക്കി പരത്തിണ്ടാക്കി ചുട്ട് വരുമ്പോഴത്തേക്കും ഒരു സമയം. പുട്ടാകുമ്പോൾ ഒരു പണിയില്ല, കുറച്ച് തേങ്ങ ചേർക്കുക, പരിപാടി എളുപ്പം കഴിഞ്ഞു. തേങ്ങാത്ത പുട്ട് വരെ ഞങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ഇടക്കാലത്ത് എല്ലാവരും ഇങ്ങനെ പറയും, ഇത് പുട്ടാണ് കഴിച്ചത്, നല്ല തള്ളുണ്ടല്ലോ എന്ന്. അപ്പം എനിക്കത്ര വലിയ കാര്യമായിട്ടും തോന്നില്ല. പക്ഷെ ശരിയാണ് തോന്നുന്നത് അല്ലേ. അപ്പം എനിക്ക് നല്ലോണം തള്ളം കിട്ടുന്നുണ്ട്. വെറൈറ്റികൾ ഇഷ്ടമുള്ള ആൾക്കാരെ ഒന്ന് ചെയ്ത് നോക്കിണ്ട് കേട്ടോ. എന്തായാലും നമുക്ക് ബിരിയാണിക്ക് എല്ലാവരും വീട്ടിലുണ്ടാക്കുന്ന സാധനമാണല്ലോ. അതിൻ്റെ കൂടെ മറ്റു ഗോതമ്പ് പുട്ടൊക്കെ കഴിച്ചെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നൈറ്റൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുകയും ചെയ്യാം. ചിക്കൻ്റെ കാര്യത്തിൽ കൺട്രോൾ ചെയ്യണം കേട്ടോ, അതൊക്കെ നന്നായി കഴിക്കാം. അരിഭക്ഷണം കുറയ്ക്കാന്നുള്ള ലെവലിൽ നമ്മൾ ഗോതമ്പ് കുറച്ച് എടുത്തിട്ട് ഇങ്ങനെ വല്ല പുട്ടോ എന്തെങ്കിലുമൊക്കെ ആക്കി കഴിക്കുമ്പോൾ നല്ല രസമാണ്. പക്ഷെ ഇവിടുത്തെ പുട്ട് പിടിക്കാൻ നല്ലൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമുക്ക് കറി വേണമെന്നില്ല, അല്ലാണ്ട് തന്നെ ഈ ഗോതമ്പത്തിൻ്റെ പുട്ട് കഴിക്കാൻ പ്രത്യേക ടേസ്റ്റാണ്. ആദ്യം ഞാൻ ഗോതമ്പത്തിൻ്റെ കഴിക്കുകയല്ലായിരുന്നു, ഇപ്പോൾ തടി കാരണം കഴിക്കാൻ തുടങ്ങിയതാണ്. ഇനി വേറെ എന്തെങ്കിലും ഇതിൻ്റെ കോമ്പിനേഷൻ ഉണ്ടെങ്കിൽ പറഞ്ഞു കേട്ടോ. പുട്ടിന് ഒരുപാട് കോമ്പിനേഷൻ ഉണ്ട്, അല്ലെങ്കിൽ വെറൈറ്റി ആയിട്ട് വല്ല കോമ്പിനേഷൻ ഉണ്ടെങ്കിലും ജസ്റ്റ് ഒന്ന് പറയണേ, ട്രൈ ചെയ്ത് നോക്കാമല്ലോ. നമ്മളെ ഫുഡിനെ എല്ലാവർക്കും നമ്മളെ പോലെ ഇഷ്ടമുള്ള ആൾക്കാരിരിക്കില്ല. അപ്പം ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്ന രസമാണല്ലോ. പണ്ടൊരു ദിവസം ദിലീപേട്ടൻ ഇൻ്റർവ്യൂ കണ്ടപ്പം അധികം ഇൻ്റർവ്യൂസിലും കാണലുണ്ട് കേട്ടോ, ഈ പുട്ടും മാമ്പഴം കഴിക്കുന്നത് നല്ല ടേസ്റ്റാന്നൊക്കെ പറഞ്ഞിട്ടും. ഞാൻ ഇതുവരെ കഴിച്ചു നോക്കിയില്ല. ഞാൻ എപ്പോഴും കാണുമ്പോൾ വിചാരിക്കും ഒന്ന് കഴിച്ചു നോക്കണം. അപ്പം മാമ്പഴം ഉണ്ടാവില്ല, അല്ലെങ്കിൽ പുട്ടുണ്ടാവില്ല. ഇത് രണ്ടും ഉണ്ടാകുമ്പോൾ ഓർമ്മയുണ്ടാവില്ല. പക്ഷെ പുട്ടിൻ്റെ അത്ര വെറൈറ്റികളുള്ളൊരു സാധനമില്ല കേട്ടോ. എത്തി ഇപ്പോൾ ഐസ്ക്രീം പുട്ട് വരെ ഉണ്ടായി തുടങ്ങി. ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലായില്ല. ആരെങ്കിലും പുതിയതായിട്ട് ഐസ്ക്രീം പുട്ടൊക്കെ യൂട്യൂബിൽ വീഡിയോ ഇടും, അപ്പം കയറി കണ്ടിട്ട് വേണം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ. പിന്നെ ഭക്ഷണം ഏതാണെങ്കിലും ആരെങ്കിലും ഒരാൾ ഉണ്ടാക്കി നമ്മൾ കയ്യിൽ ഇങ്ങനെ കൊണ്ടുവച്ചെന്നാൽ കഴിക്കാൻ ഭയങ്കര രസമാണ്. ഉണ്ടാക്കി കഴിക്കുമ്പം എന്താ അറിയില്ല, അത്ര ടേസ്റ്റ് ഒന്നുമില്ല. ഉണ്ടാക്കുന്നതിന് കുഴപ്പമാണോ അല്ലെങ്കിൽ മടിയാണോ എന്നറിയില്ല. ഞാൻ ഏകദേശം കഴിച്ചു കഴിയാനായി. അപ്പം ഇങ്ങനെ നമ്മുടെ ബിരിയാണീൻ്റെ കായൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടോ. ശരിക്കും പറഞ്ഞാൽ നല്ല രസമുണ്ട് കഴിക്കാൻ.